സ്വന്തം തടി രക്ഷിക്കാൻ അമേരിക്കയിലേക്കല്ലേ മുഖ്യമന്ത്രി പോയത്? 5 മാസം കൊണ്ട് തെരുവു നായകൾ കടിച്ചത് 1.65 ലക്ഷം ആളുകളെയാണ് കേരളത്തിൽ. ഇതെന്താ നിസ്സാര കാര്യമാണ്? ഇന്ന് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രവർത്തിക്കുന്നില്ല, കാരുണ്യ പദ്ധതി പ്രവർത്തിക്കുന്നില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോ ഏറ്റവും അവസാനത്തേതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ തൃപ്തിയാകുമോ എന്നുള്ളതാണ് ശ്രീ എച്ച് സലാം മുന്നോട്ട് വെച്ചൊരു ചോദ്യം. നമ്മുടേത് തീരെ മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തൃപ്തിയാകുന്ന ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള രാഷ്ട്രീയ കൗതുകം മാത്രമാണോ ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ളത്? ഒരു ആതുര മേഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ മലയാളിക്ക് അപമാനമാണ്. കാരണം മലയാളി എന്നും കേരളീയരുടെ ഏറ്റവും കൂടുതൽ അഭിമാനകരമായിരുന്നത് ഹെൽത്ത് രംഗത്തും സാക്ഷരത എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തും എന്നും കേരളം മുൻപന്തിയിലായിരുന്നു. അത് 1957 മുൻപ് നേരത്തെ ലിജു സൂചിപ്പിച്ചതുപോലെ രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ ഹെൽത്ത് രംഗത്ത്, ആരോഗ്യരംഗത്ത് നാം വളരെയേറെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എനിക്ക് സങ്കടകരമായിട്ട് ഈ ചർച്ചയിൽ മിസ്റ്റർ എച്ച് സലാം പറഞ്ഞ ഒരു കാര്യം മാധു ശ്രദ്ധിക്കാതെ പോയോന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയാണ് കോട്ടയത്ത് ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത്. കോട്ടയത്ത് നടക്കുന്നത് ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണോ? അങ്ങനെയാണെന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? എന്നിട്ട് പറയുകയാണ് ഇത് ഗോപാലകൃഷ്ണനും അതുപോലെ ലിജുവിനും ഒക്കെ സന്തോഷകരമാവും ഈ ചർച്ച. വാസ്തവത്തിൽ എച്ച് സലാം എത്ര നിസ്സാരവൽക്കരിച്ചിട്ടാണ് കോട്ടയത്തെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. നിരപരാധിയായ ഒരു സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആതുര സേവനത്തിനായി ചെല്ലുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്ത്രീ മരിക്കുന്ന, അതായത് അതിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിന് മുൻപ് വരെ ഏതാണ്ട് 60ഓളം ആളുകൾ ആ കെട്ടിടത്തിൽ പ്രവേശിച്ചിരുന്നു, തിരിച്ചു പോയിരുന്നു എന്നാണ് വാർത്ത. അപ്പോൾ ആ കെട്ടിടത്തിൽ ഒരു സ്ത്രീ മരിച്ചാൽ അതത്ര നിസ്സാര. ഒരു സ്ത്രീ പോയിട്ട് ഒരു ജന്തുവിൻ്റെ ജീവൻ പോലും ഏറെ വിലപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും. ഒരു സ്ത്രീ മരിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്, എച്ച് സലാം എന്ന് പറയുന്ന MLA പറഞ്ഞത്, ഒരു കെട്ടിടത്തിൻ്റെ ചർച്ച, അതൊക്കെ ഇങ്ങനെയൊക്കെ പറയണോ? വാസ്തവത്തിൽ കോൺഗ്രസിനും BJPക്ക് മാത്രമല്ല, മാതൃഭൂമിയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മാതൃഭൂമിയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ഏരിയ സെക്രട്ടറിമാരടക്കം വീണ ജോർജിനെതിരെ, ആരോഗ്യരംഗത്തെ തകർച്ചയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് പറയുക, വീണ ജോർജിന് പിന്തുണയുമായിട്ട് നാളെ വനിതകൾ രംഗത്തിറങ്ങുന്നു. CPIയുടെ നാണോ ഇല്ലേ ഇവർക്ക്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം. ആ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. പരിഹരിക്കുന്നതിന് പകരം സ്വന്തം തടി രക്ഷിക്കാൻ അമേരിക്കയിലേക്കല്ലേ മുഖ്യമന്ത്രി പോയത്? പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജിലെ വരാന്തയിലും മെഡിക്കൽ കോളേജിൻ്റെ തിണ്ണയിലും മെഡിക്കൽ കോളേജിലെ മൂത്രപ്പുരയിലും എന്തെങ്കിലും ഒരു ആതുര സേവനത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്ക പോയിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഞാൻ അദ്ദേഹത്തിനെ പോയതിനെ ഒരു മിനിറ്റ്, ഞാൻ അദ്ദേഹം പോയതിനെ ഞാൻ അധിക്ഷേപിക്കുകയല്ല. എൻ്റെ പോയിന്റ് അതല്ല. സമ്പന്നർ ക്യൂ നിൽക്കുകയാണ് മെഡിക്കൽ കോളേജുകളിൽ എന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചെറിയ കാര്യമാണെന്നാണല്ലോ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ 120 കോടി രൂപയുടെ സഹായത്തോടെ കോഴിക്കോട് അത്യാഹിത വിഭാഗത്തിൻ്റെ ആ പ്രവർത്തനം, ICUവിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി പുതുക്കി പണിഞ്ഞ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. എത്ര മാസമായി അത് അടഞ്ഞു കിടക്കുന്നു? 2 മാസമാണ്. ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്തതാണ്. ഞാനിനി ഒരു കാര്യം, വളരെ ഗൗരവമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഏതെങ്കിലും 1-2 കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണോ? ഇന്നത്തെ ഒരു പ്രധാന പത്രം, ഞാൻ ആ പത്രത്തിൻ്റെ പേരൊന്നും നിങ്ങളുടെ ചർച്ചയിൽ പറയുന്നില്ല, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അതിൻ്റെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമില്ലേ? 5 മാസം കൊണ്ട് തെരുവു നായകൾ കടിച്ചത് 1.65 ലക്ഷം ആളുകളെയാണ് കേരളത്തിൽ. ഇതെന്താ നിസ്സാര കാര്യമാണോ? കേരളത്തിലെ തെരുവു നായകൾ കടിച്ചത്, മരിച്ചത് 17 പേരാണ്. അവർക്ക് മരുന്ന് കിട്ടാതെ ആശുപത്രികളിൽ മരുന്ന് കിട്ടാതെ അലയുന്നവരുടെ ലിസ്റ്റ് അടക്കം കൊടുത്തിരിക്കുകയാണ്.
ഞാൻ വളരെ ഗൗരവമായി നിങ്ങളോട് പറയുകയാണ്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയില്ലേ? കേരളത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാവുന്ന ആയുഷ്മാൻ പദ്ധതി ഇന്ന് നടപ്പാക്കുന്ന ഇവർ കാരുണ്യമായിട്ടത് കണക്ട് ചെയ്തു. എനിക്ക് പേരുമാറ്റത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല, കാരണം അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്. പേര് മാറ്റട്ടെ, ആയുഷ്മാൻ ഭാരത് എന്ന് പറയില്ല, വേണ്ട. പക്ഷേ നിങ്ങൾ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടില്ലേ? നിങ്ങൾ ആ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്ര ആശുപത്രിയാണ് ഈ ആയുഷ്മാൻ ഭാരത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് എന്നറിയോ? ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ആ കണക്ക് വെക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട്. അല്ല, ഇതൊന്നും പറഞ്ഞോട്ടെ, ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇന്ന് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രവർത്തിക്കുന്നില്ല, കാരുണ്യ പദ്ധതി പ്രവർത്തിക്കുന്നില്ല. നിലവിലുള്ള ആശുപത്രികൾ ഇന്ന് ഈ ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുക. കേരളത്തിലെ നൂറുകണക്കിന് ആശുപത്രികൾ, എൻ്റെ കണക്കനുസരിച്ച് 172 ആശുപത്രികൾ കോഴിക്കോട് അതുപോലെ ആ മലബാർ ഭാഗത്ത് മാത്രമുള്ളത്, ഞങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ പദ്ധതിയുടെ പണം കിട്ടുന്നില്ല. ഞാൻ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് മാധുവിന് അറിയാലോ, എൻ്റെ വീട്ടിലുണ്ട് ഡോക്ടറെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ പല പ്രാവശ്യം ആയുഷ്മാൻ പദ്ധതിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ പറയുന്നത് കാരുണ്യ പദ്ധതിക്ക് പണം കൊടുക്കാനില്ല. അപ്പോൾ പണം കൊടുക്കാനില്ല, എവിടെ പോകണമെന്ന് പണം? ഈ മേഖലയിലല്ലേ പണം ചെലവാക്കേണ്ടത്? നിങ്ങൾക്കറിയില്ലേ, ഓരോ മെഡിക്കൽ കോളേജിൽ നൂറുകണക്കിന് ആളുകൾ വെള്ളം പോലും കിട്ടാതെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മേഖലയിലല്ലേ പണം ചെലവഴിക്കേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഉള്ള പരിമിതികൾ, ആളുകൾ തറയിൽ കിടന്ന് ചികിത്സ തേടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഈ മേഖലയിലല്ലേ നമ്മൾ ഇനി പ്രാഥമികമായ പരിഗണന ലഭ്യമാക്കേണ്ടത് എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാണ്.